ഐഡിയാസ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കാറ്റ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് 2025 ഒരു താൽക്കാലിക ടൈം ടേബിളാണ് ഇന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. ചിലപ്പോൾ ഇത് തന്നെയായിരിക്കും, ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ അതിൽ കണ്ടേക്കാം കേട്ടോ. ഡേറ്റ് ഇപ്പോൾ നിലവിൽ നമുക്ക് 10, 11, 12 മെയ് ആണ് മന്ത്. സോ മെയ് 10, 11, 12 നമുക്ക് നിലവിൽ ഈ എക്സാം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ടൈം ടേബിൾ നോക്കുമ്പോൾ നമ്മുടെ പ്രോസ്പെക്ടസിൽ അനക്ഷർ 3 അതായത് 145 പേജിൽ ഈ ഒരു ടൈം ടേബിൾ കിടക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ നിങ്ങളിത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം ഒരു എക്സാം തന്നെ പല ദിവസങ്ങളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാവണം എന്നില്ല. ഇങ്ങനെ കൺഫ്യൂഷനുള്ള കുട്ടികളെ നമ്മൾ കാണാറുണ്ട്. സോ അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ 10, 11, 12 എന്ന് പറയുമ്പോൾ ഈ ദിവസങ്ങളിൽ ചില ദിവസങ്ങളിൽ സെയിം ടെസ്റ്റ് കോഡ് തന്നെ രാവിലെയും ഉച്ചയ്ക്കും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ചിലവർക്ക് സ്വാഭാവികമായിട്ട് വരുന്നൊരു സംശയമാണ് ഈ എല്ലാ ദിവസവും പോയി ഞാൻ എക്സാം എഴുതണോ എന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാവർക്കും ആ സംശയം ഉണ്ടാവണം എന്നില്ല, കുറച്ച് പേർക്കെങ്കിലും ഉണ്ടാവും. സോ അതൊന്ന് ക്ലിയർ ചെയ്യാം ആദ്യം തന്നെ. അതായത് ഈ എക്സാം എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു ദിവസം മാത്രം എഴുതിയാൽ മതി. ഇപ്പം നമ്മളൊരു ടെസ്റ്റ് കോഡ് 101 എന്നുള്ള ടെസ്റ്റ് കോഡാണ് സാധാരണ നമ്മൾ ബിടെക് എക്സാം ബിടെക് അഡ്മിഷൻ എടുക്കുന്നതിന് നമ്മൾ എഴുതുന്നത് 101 എന്നുള്ള ടെസ്റ്റ് കോഡാണ്. സോ അതിൽ മറൈൻ എഞ്ചിനീയറിംഗ് ഇല്ല എന്ന് വീണ്ടും പറയുവാണ്. പക്ഷേ കാറ്റ് രജിസ്ട്രേഷൻ ചെയ്യണം, IMEയുടെ എക്സാമാണ് എഴുതേണ്ടത്. അപ്പോൾ ഈ 101 എന്നുള്ള ടെസ്റ്റ് കോഡ് നമ്മൾ നോക്കുമ്പോൾ 11 തീയതി രാവിലെ 9:30 മുതൽ 12:30 വരെ ഉണ്ട്. അതുപോലെ തന്നെ 9:30 മുതൽ 12:30 വരെ വീണ്ടും 12 തീയതി ഉണ്ട്. ഉച്ചയ്ക്കും 11-നും 12-നും ഒക്കെ ഈ 101 ടെസ്റ്റ് കോഡ് ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചെങ്കിലും പേർക്ക് സംശയം ഉണ്ടാവും ഈ എല്ലാ ദിവസങ്ങളും പോയി ഞാൻ എക്സാം എഴുതണം എന്നുള്ളത്. അങ്ങനെയില്ല. ഏതെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു ടൈമിൽ മാത്രമാണ് നിങ്ങൾക്ക് 101 എന്നുള്ള ടെസ്റ്റ് കോഡ് എഴുതേണ്ടതുള്ളൂ. അതല്ലാതെ വേറെ ഒന്നിലധികം ടെസ്റ്റ് കോഡുകൾ ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് വ്യത്യാസം വരും. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണ് നിങ്ങളുടെ എക്സാം കറക്റ്റ് ഡേറ്റ് എന്നാണ്, ഏത് ടൈമാണ് എന്നൊക്കെ നിങ്ങൾ അറിയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഡ്മിറ്റ് കാർഡ് വന്നതിന് ശേഷമാണ്. അപ്പം നമ്മൾക്ക് എക്സാം ഏത് ഡേറ്റ് ആണെന്നും അതുപോലെ തന്നെ എക്സാം സെൻറ്റർ എവിടെയാണെന്നും, അതായത് എവിടെ പോയിട്ടാണ് നിങ്ങൾ എക്സാം എഴുതേണ്ടത് എന്നൊക്കെ അറിയുന്നത് അഡ്മിറ്റ് കാർഡ് വരുമ്പോഴാണ്. അപ്പം അഡ്മിറ്റ് കാർഡ് വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ്റെ ടൈമല്ലേ, നിലവിൽ ഫെബ്രുവരി 10 തീയതി വരെയാണ് നിലവിൽ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞേക്കുന്നത്. അതിൽ തന്നെ PG MBAക്കും അതുപോലെ തന്നെ MTechനും ഒക്കെ കുറച്ചും കൂടി ദിവസങ്ങൾ കൂടുതലുണ്ട്. കാരണം അവർ വേറൊരു എക്സാം ഒക്കെ ആണല്ലോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്കോറൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത്ര ഡേറ്റുകളൊക്കെ കൂട്ടി തന്നേക്കുന്നത്. സോ ബാക്കി എല്ലാവരും തന്നെ ഈ ഒരു 10/2/2025 മുമ്പായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുക. ഡേറ്റുകൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ അത് യൂണിവേഴ്സിറ്റിയാണ്, ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തേക്കാം. എന്നാലും നിലവിലിപ്പോൾ നമുക്ക് 10 തീയതി വരെ ഉള്ളൂ. സോ ആ ഒരു ഡേറ്റിനുള്ളിൽ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കണം. അതിനുശേഷം ആപ്ലിക്കേഷനൊക്കെ ക്ലോസ് ചെയ്ത് എക്സാം ഡേറ്റിന് കുറച്ച് ദിവസം മുമ്പായിട്ടാണ് നമുക്ക് അഡ്മിറ്റ് കാർഡ് അവൈലബിൾ ആക്കുന്നത്. admission.qs അതായത് നമ്മൾ അപ്ലൈ ചെയ്ത വെബ്സൈറ്റില്ലേ, അതിൽ തന്നെ നമുക്കൊരു യൂസർ നെയിം, ID പാസ്വേഡൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തിട്ടില്ലേ, ആ ഒരു പാസ്വേഡ് ഉപയോഗിച്ച് നമ്മൾ ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മളുടെ പ്രൊഫൈൽ പേജിൽ നമുക്ക് നമ്മുടെ അഡ്മിറ്റ് കാർഡ് ഉണ്ടാവും. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കുമ്പോൾ ഒരു 2 എണ്ണം പ്രിൻ്റ് എടുത്തു കേട്ടോ. ഒരെണ്ണം നമ്മൾ എക്സാം ഹോളിൽ കൊണ്ടുപോകുമ്പോൾ അവിടെ ചിലപ്പോൾ ഇൻവിജിലേറ്റർ അത് വാങ്ങിച്ചു വെക്കും. പിന്നെ അഡ്മിഷൻ്റെ സമയത്ത് ചിലപ്പോൾ നമ്മളുടെ അടുത്ത് അഡ്മിറ്റ് കാർഡ് ചോദിക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ ഇല്ലാതിരിക്കേണ്ട. സോ അഡ്മിറ്റ് കാർഡ് നിങ്ങൾ 2 എണ്ണം എടുത്ത് വച്ചേക്കുക കേട്ടോ. അതുപോലെ തന്നെ ഈ അഡ്മിറ്റ് കാർഡിലാണ് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. സോ അതനുസരിച്ചിട്ട് എക്സാമിന് നേരിട്ട് ഹാജരാവുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. CBT മോഡലുള്ള എക്സാമാണ്. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും സിലബസ് ചോദിക്കുന്നവരുടെ അടുത്ത് പ്രോസ്പെക്ടസിൽ ഓരോ കോഴ്സിൻ്റെയും എങ്ങനെയാണ് ടെസ്റ്റ് കോഡ് ഏതാണ്, അതുപോലെ തന്നെ അതിൽ വരുന്ന ഇപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി അത് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്നൊക്കെ ഓരോന്നിൻ്റെയും കൊടുത്തിട്ടുണ്ട്. അല്ലാതെ പ്രത്യേകിച്ച് ഇപ്പോൾ ബിടെക്കിൻ്റെ ഒക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചൊരു സിലബസ് ഇല്ല. അതിൽ ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തന്ന പോലെ നിങ്ങൾ വെബ്സൈറ്റിൽ പോയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി ആൻസർ ചെയ്യാം. മോക്ക് ടെസ്റ്റുകളും അവൈലബിൾ ആക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ പേജിൽ വന്നിട്ട് ഇതുപോലെ നിങ്ങളുടെ ജസ്റ്റ് ഒന്ന് അറിയാനായിട്ട് ഈ ഒരു ടൈം ടേബിൾ നോക്കുക കേട്ടോ. ഒരു താൽക്കാലിക ടൈം ടേബിളാണ് ഇട്ടേക്കുന്നത് 10 തീയതിയിലും 11 തീയതിയിലും 12 തീയതിയിലും. അപ്പോൾ അതിൽ തന്നെ ക്ലിയർ ആയിട്ട് ടെസ്റ്റ് കോഡ് ഏതൊക്കെയാണ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും പറയുവാണ്, എല്ലാ ദിവസവും ഇപ്പോൾ ഒന്നിലധികം
പ്രത്യേകിച്ച് PG ഒക്കെ ചിലത് ഒന്നിലധികം എഴുതുന്നവർക്ക് മാത്രമാണ് ചിലപ്പോൾ ഒരു ദിവസം 2 എക്സാമോ അല്ലെങ്കിൽ 2 ദിവസമൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ളൂ. പിന്നെ ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും ഓൾ ഇന്ത്യ ലെവൽ എൻട്രൻസുകൾ വരുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ JEയുടെയോ അല്ലെങ്കിൽ നീറ്റോ, നമുക്കറിയില്ല ഡേറ്റുകളൊന്നും മാറുമോ എങ്ങനെയാണെന്നൊന്നും. ചിലതിൻ്റെയൊക്കെ ഡേറ്റുകൾ വന്നിട്ടുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും മാറി ഈ ക്യുസാറ്റിൻ്റെ ഈ ഒരു എക്സാമിൻ്റെ ഇടയ്ക്കാണ് നിങ്ങൾക്ക് അങ്ങനെയുള്ള ഓൾ ഇന്ത്യ ലെവൽ എക്സാമുകൾ ഏതെങ്കിലും വരുന്നതെങ്കിൽ നിങ്ങൾ ക്യുസാറ്റിൻ്റെ അഡ്മിഷനിലൊരു മെയിൽ ID പറഞ്ഞില്ലേ, അല്ലെങ്കിൽ കോൺടാക്ട്സിൽ ആ മെയിൽ ID ഉണ്ട് വെബ്സൈറ്റിൽ, അതിലേക്ക് നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് 10-ാം തീയതിയാണ് ആ എക്സാം, നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് വന്നപ്പോൾ നിങ്ങൾക്ക് ഈ ക്യുസാറ്റിൻ്റെ എക്സാം വന്നേക്കുന്നത് 10-ാം തീയതി ആണെങ്കിൽ അങ്ങനെ മാറ്റി 11-ാം തീയതിയിലേക്ക് ആക്കി തരുമോ 12-ാം തീയതിയിലേക്ക് ആക്കി തരുമോ ഒക്കെ ക്യുസാറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ അഡ്മിറ്റ് കാർഡ് നിർബന്ധമായിട്ട് കൊണ്ടുപോകണം. പിന്നെ ഒരു ID പ്രൂഫ് നമുക്ക് വേണം. പിന്നെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടല്ല, അത് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾ അഡ്മിറ്റ് കാർഡ് വരില്ലേ, അപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ടാകും എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകണം കൊണ്ടുപോകണ്ടെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ. പിന്നെ പ്രത്യേകം എടുത്ത് പറയുകയാണ്, വീണ്ടും ഡൗട്ടുകൾ ക്വസ്റ്റ്യനിലൊക്കെ കണ്ടു, കാറ്റഗറി ഏതാണ് കൊടുക്കേണ്ടതെന്ന്. അവിടെ കാറ്റഗറിയുടെ നേരെ ഒരു ഡ്രോപ്പ് ഡൗൺ ആരോ കൊടുത്തിട്ടുണ്ടാകും. ആരോയിൽ ക്ലിക്ക് ചെയ്താൽ പല കാറ്റഗറി കാണിക്കും. അതിലേതാണ് നിങ്ങളുടെ കാറ്റഗറി നിങ്ങൾക്ക് അറിയാൻ പറ്റില്ലേ കാണുമ്പോൾ. നിങ്ങൾ 10th എന്തായാലും നിങ്ങൾ സർട്ടിഫിക്കറ്റിലൊക്കെ ഉള്ളതല്ലേ, സോ അത് നോക്കി അത് ക്ലിയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ പഠിച്ച യൂണിവേഴ്സിറ്റി, സ്കൂള് അല്ലെങ്കിൽ ആ കോഴ്സൊക്കെ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകൾ ഏതൊക്കെയാണ് എന്ന് അവിടെ ഡ്രോപ്പ് ഡൗൺ കാണിക്കും. അതിൽ നിന്ന് ആവശ്യമുള്ളത് ആഡ് ചെയ്ത് ഇപ്പുറത്തേക്ക് വച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ നിങ്ങൾ BSc ഫിസിക്സ് ചെയ്തേക്കുന്ന ഒരാൾക്ക് MSc ഏതൊക്കെ ചെയ്യാൻ പറ്റും, ഫിസിക്സ് ചെയ്യാൻ മറൈൻ ചില കോഴ്സുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. നമ്മൾ ഓൾറെഡി ചെയ്ത കോഴ്സുകൾ അവിടെ കൊടുക്കുമ്പോൾ അത് നിങ്ങൾ ഇപ്പുറത്തേക്ക് ആഡ് ചെയ്ത് നിങ്ങൾക്ക് അതിന് വേണ്ട, ചിലത് ഒരുമിച്ച് ഒരു ടെസ്റ്റ് കോഡ് തന്നെയായിരിക്കും, ചിലത് ടെസ്റ്റ് കോഡിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് അതെല്ലാം അവിടെ നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. പിന്നെ ഒന്നും കൂടി പറയുവാണെങ്കിൽ നിങ്ങൾ ഫോണിൽ ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ, ലാപ്ടോപ്പിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഫോണിൽ ചെയ്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും, ഡ്രോപ്പ് ഡൗൺ അവിടെ കാണിച്ചെന്ന് ചിലപ്പോൾ വരില്ല. അപ്പോൾ അതൊക്കെ കൊണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം വീട്ടിലുണ്ട് എങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അക്ഷയയിലോ കഫേയിലോ ഒക്കെ പോയിട്ട് ചെയ്യാം. എങ്ങനെ വന്നാലും പിന്നീട് പോയി കൺഫർമേഷൻ സ്ലിപ്പ് ഉടനെ തന്നെ നിങ്ങൾക്ക് കിട്ടൂല. എല്ലാം ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് കൺഫർമേഷൻ സ്ലിപ്പ് നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടൂല. 5 ദിവസത്തിനുള്ളിലാണ് വരുന്നത്. ചിലപ്പോൾ പിറ്റേന്നായിരിക്കും, ചിലപ്പോൾ 2 ദിവസം പിടിക്കും. പിന്നെ ഒരുപാട് തിരക്കാകുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ 5 ദിവസവും കഴിയും. സോ 5 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ കൺഫർമേഷൻ വന്നില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ആ മെയിലിലേക്ക് ഇങ്ങനെ കൺഫർമേഷൻ വന്നില്ല എന്നുള്ള അത് ചെയ്യണം. കൺഫർമേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ വേണം, സൂക്ഷിച്ച് വെക്കാൻ വേണം. അഡ്മിഷൻ്റെ സമയത്ത് നമുക്ക് ആവശ്യമുള്ളതാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ രജിസ്റ്റർ ചെയ്യാന്നുള്ളൊരു വീഡിയോയിൽ കൺഫർമേഷനെ സ്ലിപ്പിനെയൊക്കെ പറ്റി പറയുന്നുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്ക് അതറിയാമല്ലോ അല്ലേ, പിന്നെ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ടു ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്, താങ്ക് യു.